ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? എന്താ പറയുക, മാനുവൽ ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ അൽഗോ, നമ്മുടെ അവിടെ അൽഗോ വർക്ക് ചെയ്യുന്നുണ്ട്. അൽഗോ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അൽഗോ 1000 റുപ്പീസ് അൽഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, അൽഗോ ട്രേഡ് അത് നടക്കുന്നുണ്ട്. അൽഗോവിൻ്റെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ നടന്നോളും. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്ത പോലെ ആരും അൽഗോ ക്ലോസ് ചെയ്യല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറെ സിസ്റ്റത്തിൽ സെയിം അൽഗോ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തത്. നിങ്ങൾ അതേപോലെ ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വീഡിയോ കണ്ടിട്ട്. ഓക്കെ, മാനുവൽ ട്രേഡാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എങ്ങനെ പോയാലും ഇത് വേണ്ടോ, ഇനി മാർക്കറ്റ് അടിച്ച് താഴ്ത്തു വന്നാൽ നമുക്ക് $595 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, എല്ലാവരും വിചാരിച്ച മാർക്കറ്റ് മറ്റേ ഗോൾഡിൽ നിന്ന് അടിച്ച് താഴോട്ട് ഡൗൺ ആയി പോകും. പിന്നെ ഇത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്, വരും. പക്ഷെ എന്നാലും അപ്പിലേക്ക് ചാൻസ് കിട്ടിയിരുന്നു. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി $345 നേരത്തെ രാവിലെ ട്രേഡ് ചെയ്തിട്ടൊന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. 37 ആണ് നമ്മുടെ ലോസ് കാണിക്കുന്നത്. ചെറിയൊരു ലോസിൽ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത ട്രേഡ് $150 നമ്മളെടുത്തു. ഓക്കെ, പിന്നെ ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ കാര്യം. നമ്മുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരട്ടെ, കട്ടാവട്ടെ. $595 നമ്മൾ പ്രോഫിറ്റ് എടുക്കാം. USD അല്ല, $595 ആണ്. ഓക്കെ, ഇതല്ല നമ്മുടെ കാര്യം. മാനുവൽ ട്രേഡ് ചെയ്തതല്ല കാര്യം. നമ്മുടെ അൽഗോ 100% നമുക്ക് സൂപ്പറായിട്ട് അൽഗോ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇനി കോപ്പി ട്രേഡിങ് നമ്മൾ 2:30 കോപ്പി ട്രേഡ്, 2:30 അല്ല, ഒരു 3:30 ആകുമ്പോൾ നമ്മൾ കോപ്പി ട്രേഡിങ് സ്റ്റാർട്ടാകും. ഇന്നാണ് ഫസ്റ്റ് ഡേ നമ്മുടെ കോപ്പി ട്രേഡിങ് സ്റ്റാർട്ടാവുന്ന ദിവസം. ഓക്കെ, ഒരു കാര്യം കൂടെ കാണിക്കാൻ വിട്ടുപോയി. നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. വലിയൊരു ക്യാപിറ്റൽ വേണം ട്രേഡിങ്ങിന്. ഓക്കെ, അതുപോലെ തന്നെ അൽഗോ ചെയ്യാൻ വലിയൊരു ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ മാനുവൽ ട്രേഡ് ചെയ്യാൻ വലിയ ക്യാപിറ്റൽ വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഇതിൽ, ട്രേഡിങ്ങിൽ. ക്യാപിറ്റൽ വേണം, അത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സെക്യൂർ ആണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഇറ്റ്സ് നോട്ട് എ ഡൈജസ്റ്റബിൾ തിങ്. ഓക്കെ, കറക്റ്റ്. നമുക്ക് ക്യാപിറ്റൽ കുറവാണെങ്കിലും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ്. ഓക്കെ, ഇതിലിട്ട് ഇതൊന്നും വിഡ്രോ ഒന്നും ചെയ്തിട്ടില്ല. ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് അല്ലല്ലോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി 1 ഇയർ. ഓക്കെ, ഇതിൽ 1 ഇയർ കാണിക്കുന്നുണ്ട്. കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമല്ല, നമുക്ക് 1 ഇയർ. ഓക്കെ, ഇപ്പം അടുത്ത് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണിത്. ഓക്കെ, 1 ഇയർ. ഓക്കെ, $200 ആണ് ഞാനിതിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് താഴോട്ടൊക്കെ നോക്കാം. ഓക്കെ, പേയ്മെൻറ്റ് ID വേണമെങ്കിൽ നോക്കാം. ഓക്കെ, $200, ഓൺലി $200 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത്, INR എത്രയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ആ $200 എന്നാണ് നമ്മൾ $4,242 നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്നും കൂടെ നമുക്ക് നോക്കാം. 1 ഇയറിൻ്റെ ഇതിൽ നോക്കാം. കണ്ടോ, $200. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെ വലിയ പൈസ വേണമെന്നൊന്നുമില്ല. ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഉണ്ടെങ്കിൽ നമുക്ക് അത്രതാണ്, നമുക്ക് എന്താ പറയുക, ഒരു സമാധാനമാണ്. പക്ഷേ എന്താ പറയുക, ചെറിയ ക്യാപിറ്റൽ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ ഞാൻ ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവ് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ലൈവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൽ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി, എന്നാൽ പിന്നെ ബ്രോയും കൂടെ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ അൽഗോയും ലൈവിൽ കാണിക്കൂ. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ യൂട്യൂബ് ലൈവ്. പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ മാനുവൽ ട്രേഡ് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലൈവ് കാണിക്കൂ.
എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ആ ലൈവ് കാണിക്കുന്നതിലല്ല വലിയ താല്പര്യം വന്നത്, ഒരു വേർഡിലാണ്. ബ്രോ, ലൈവിൽ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം എന്താണ്, ഒരു ദിവസം 600ഓളം മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ റിപ്ലൈ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ 1 ദിവസമോ 2 ദിവസമോ എടുക്കും കിട്ടണം ചില സമയങ്ങളിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ലൈവിൽ വരുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. എനിക്കറിയാം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും, കുറച്ചും കൂടെ നിങ്ങൾക്ക് റിപ്ലൈ തരാനും ഇതൊക്കെ പറ്റും. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സോഷ്യലാവാൻ പറ്റും, കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ബിൽഡാവാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്കറിയാം. സോ ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ദ ടെക്നിക്കൽ സൈഡ് ഐ എം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, ഞാനത് പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ നോക്കി നമുക്ക് പഠിക്കാവുന്നല്ലോ, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ച് എല്ലാതാക്കിയതിന് ശേഷം ഞാൻ ലൈവിൽ വരാം. നോക്കട്ടെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുള്ളത്. നമുക്ക് ലൈവിൽ വന്നിട്ട് എന്നോടൊപ്പം ഞാൻ എടുക്കുന്ന ട്രേഡ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഓക്കെ, എന്നോടൊപ്പം അബീൻ്റെ ഒപ്പം എനിക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതിൽ എന്താ പറയുക, ഞാൻ എടുക്കുന്ന ട്രേഡുകളിൽ പാർട്ടാവാം. ഈവൻ യു ക്യാൻ യൂസ് ദ ഡെമോ അക്കൗണ്ട് ഓൾസോ. ഐ എം പ്രിഫർ ഓൾവേസ് ദ ബിഗിനർ, എന്താ പറയുക, ഡെമോ അക്കൗണ്ടാണ്. ഓക്കെ, ഐ എം സജസ്റ്റിങ് ദാറ്റ് വൺ. ഓക്കെ, ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ മാനുവൽ ട്രേഡ് ഞാൻ പറയുന്നത് മാനുവൽ ട്രേഡിൻ്റെ കാര്യമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിലുണ്ടാവും. അതിൽ ചെയ്ത് മീൻസ് പേപ്പർ ട്രേഡ് നിങ്ങൾ ചെയ്ത് നല്ലൊരു കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാകും. അല്ലാതെ ആർക്കും ഒരാൾക്ക് എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കഴിവുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം ഫ്രം ദ മാർക്കറ്റ് നിന്നാണ്, ഇതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത്, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അബി കുറച്ച് എന്താ പറയുക കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് അവന് മാത്രമേ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇവൻ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവന് മാത്രമേ കഴിയൂ, എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത് ഫസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്, 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈസിയുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ നമുക്ക് ഈസി ആക്കാം, ആ ഡിഫിക്കൽട്ട് നമുക്ക് കുറയ്ക്കാം. എങ്ങനെയാണ്? നിങ്ങൾ പോയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കാനോ അത് വായിക്കാനോ ഒന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾ കീപ്പ് ഓൺ വൺ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഒരു ബ്രദറായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ടൈം ടു ഗീവ് ഫോർ പ്രാക്ടീസ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക, നിങ്ങളുടെ കോൺഫിഡൻറ്റ് ബിൽഡാവും. അല്ലാതെ നമ്മൾ റിയൽ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ യു ക്യാൻ പ്ലേസ് ദ $1 ഓൾസോ, ബിക്കോസ് ഓഫ് യു ഡോണ്ട് ഹാവ് ദ ബേസിക്. അല്ലേ? നമുക്കൊരു ഫൗണ്ടേഷൻ ഇല്ല, നമുക്കൊരു ബേസിക് ഇല്ല. അപ്പം നമുക്ക് വെരി ഡിഫിക്കൽട്ട് ടു പ്ലേസ് ദ $1 ട്രേഡിങ്. അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവ് വരും. ഓക്കെ, ലൈവിൽ വരുമ്പോൾ ഞാൻ ഇതിനും കൂടുതൽ വെറുപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? മിക്ക നമ്മുടെ ഫ്രണ്ട്സുകളും പറയുന്നതാണ്, ബ്രോ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അംഗനവാടി കുട്ടികൾ അല്ലെങ്കിൽ ഒരു സ്മോൾ കിഡിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നു പറയുന്ന നമ്മുടെ മെമ്പേഴ്സിൽ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാനും ആഗ്രഹിച്ചിരുന്നു ഇത് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൊണ്ട് കിട്ടുന്ന കുറച്ച് ചളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ലാഗിങ് ആയിക്കോട്ടെ, എന്താ പറയുക കുറച്ച് തള്ളലായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക എല്ലാം കൂടെ കൂടിയിട്ട് കൊണ്ട് ചെയ്യാം. ഓക്കെ, ലൈവിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ വെറുപ്പിക്കലായിരിക്കും, ചിലപ്പോൾ വെറുപ്പീരായിരിക്കും, ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, ചിലപ്പോൾ തള്ളലായിരിക്കും, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ മൈൻഡല്ലേ. ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ആവാം.
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവന് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ എല്ലാം നമുക്ക് തോന്നും. എല്ലാ ഇതും ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നമുക്ക് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പതുക്കെ 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 നമുക്ക് ടു ഗ്രോ ടുഗദർ. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഐഡിയ എന്താണ്? നമുക്കെല്ലാവർക്കും ഗ്രോ ആവണം. ഇഫ് ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ മാത്രമല്ല, ഓക്കെ, നോളജിലാണ്, പ്രാക്ടീസ്, എല്ലാത്തിനും കൂടി നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഗ്രോ ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നു, ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവിനെക്കുറിച്ച്, ലൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയും, ഓക്കെ, ഇഫ് യു ഹാവ് എനി അതർ ടെക്നിക്ക്, ഐ ഡോണ്ട് ഹാവ് എനി ഫണ്ടമെൻ്റൽ ടെക്നിക്ക് ഓർ എനിത്തിങ്. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് എനിക്ക് അതിന് ഇല്ല, ഞാൻ പഠിക്കുന്നു. എന്താ പറയുക, ഞാൻ പിച്ച വെച്ച് നിൽക്കുന്ന കുഞ്ഞാണെന്ന് പറഞ്ഞ പോലെയാണ് യൂട്യൂബിൽ. അപ്പോൾ അതും ഞാൻ നോക്കിയെടുക്കുന്നു. ഓക്കെ, പിന്നെ എനിക്ക് ആകെയുള്ളൊരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ പറ്റും. അതെനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ഓക്കെ, ചിലവരൊക്കെ പറയുന്നില്ല, ഞാൻ നോട്ട് കമ്പയറിങ് എനി വൺ, ബിക്കോസ് ഐ ഹാവ് ടു, എന്താ പറയുക, എനിക്ക് ആരെങ്കിലും ഇത് പിന്നോട്ട് ചെയ്യണ്ടേ. അപ്പോൾ ചിലവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചാലോ, നിങ്ങൾ പറയില്ലേ വെറുപ്പിര്, തന്ത വൈബ്, അത് ഇതെന്നൊക്കെ പറയുന്നില്ലേ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബിക്കോസ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെ ചെയ്തോ അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചോ അത് നിങ്ങളിലേക്ക് പഠിപ്പിച്ച് തരിക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് ദാറ്റ് ഈസ് യുവർ ഗോൾ, യുവർ ടേൺ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലൈവിൽ കാണാം. ഇനി ലൈവിൽ കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ഇനി ലൈവിന് വേണ്ടി പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട. ഞാനതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലേക്ക് വരാം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ അൽഗോ ആണ്. അൽഗോ എന്തിനാണ് നമ്മൾ അൽഗോ ഉപയോഗിക്കുന്നത്, അൽഗോ ട്രേഡിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു ബ്രീഫും കൂടി ഞാൻ ഇതിൽ തരാം. അൽഗോ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ മാനുവൽ ട്രേഡ് ചെയ്തു. ഈ മാനുവൽ ട്രേഡ് ചെയ്യുമ്പോൾ കമ്പയർ ടു ഏത് ട്രേഡിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അൽഗോ ട്രേഡുമായിട്ട് നമ്മൾ മാനുവൽ ട്രേഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാനുവൽ ട്രേഡിൽ വരുന്നതാണ് സ്ട്രെസ്സ്, ഫസ്റ്റത്തെ ഇത്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ടൈം. ചിലപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പം ഞാനായാലും ശരി, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം ഒരാൾ പോലും എനിക്ക് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ആസ് എ ബിഗിനർ, അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പെഷ്യലി മലയാളികൾ അല്ലേ, അല്ലെങ്കിൽ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നവരായിരിക്കണം. അല്ലാത്തവരൊന്നും ഒരു 24 hours ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, ബിക്കോസ് അവർ നമ്മളെ പഠിപ്പിച്ച എന്താണ്, നമ്മൾ പഠിക്കുക, ഇതാക്കുക, ഒരു ജോലി, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ജോലിയിൽ നല്ല സെറ്റിലാവുക, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ നമ്മുടെ ഫാമിലിയും സമ്മതിക്കില്ല, നമ്മുടെ മൈൻഡും ഇതാവില്ല. സോ അപ്പോൾ ഇപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം പോലെ കിട്ടട്ടെ എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ ഒരു 90% ആൾക്കാരും മലയാളികൾ, എസ്പെഷ്യലി മലയാളികൾ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു കാറ്റഗറി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു സമയമില്ല, അല്ലെങ്കിൽ ആ ഒരു പാസീവ് ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, അതെല്ലാം കൂടെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാം കൂടെ ചെയ്യാമെന്ന്. ഓക്കെ, പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, അത് ഇത് ഒച്ചപ്പാട് ബഹളം അടി പിടി ഇതൊക്കെ നമുക്കും ചെയ്യാം. വേറെന്താ, ഇതിന് ഓപ്പണിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമുക്കൊരിക്കലും പോസിറ്റീവ് മാത്രം, എല്ലാവരും പോസിറ്റീവ് വരണമെന്നൊന്നുമില്ല. ചിലർ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവും, ചിലർക്ക് ടെൻഷൻ ഉണ്ടാവും, ഒക്കെ എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം അൽഗോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ, അൽഗോ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഈ സ്ട്രെസ്സ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് വേറെ വർക്ക് ഉണ്ടാവും, ആ വർക്ക്, അതുപോലെ തന്നെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ അൽഗോ നല്ലതാണ്. കാരണം അൽഗോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി, ഓഫ് ആവുന്ന സമയത്ത് ഒന്ന് ഓഫ് ഇട്ടാൽ മതി. ഓക്കെ,
സൂപ്പറാണ്. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ദ മാർക്കറ്റ് ഈസ് സുപ്പീരിയർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിന് തോന്നുകയാണ് ആഹാ ഇന്ന് ഇവന് പൈസ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താൽഗോ ആര് ഇനി എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡർമാരായിട്ടുള്ളവർ വന്നാൽ പോലും ഒരു കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കോപ്പി ട്രേഡിങ്. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൽഗോ ഒക്കെ ഉണ്ട്, എന്നാലും വേണ്ട, എനിക്കിതിനൊക്കെ മെനക്കെടാൻ വയ്യ. ആൽഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം വേണം എനിക്ക്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം, അത് ഓൺ ചെയ്ത് ഫുൾ ടൈം ഇടണം, എനിക്ക് കറണ്ട് ചാർജ് കളയാൻ വയ്യ. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് കറണ്ട് ചാർജ് കളയാൻ വയ്യ, എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യ, ഇത് നോക്കാൻ വയ്യ, എനിക്ക് ഈ ആൽഗോ ആയാലും ഞാൻ ഇടയ്ക്ക് നോക്കിപ്പോവും, അല്ലെങ്കിൽ ആൽഗോ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ എനിക്ക് രാവിലെ പോകുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഇതെപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ എന്താണ് ഇതാണെന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ 90% സിസ്റ്റം ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, ഇതില്ല, അങ്ങനെയുള്ളവർ. പിന്നെ കറണ്ട് ചാർജ് അത് ഇതൊക്കെ കൂടുതലായിരിക്കും, ഫുൾ ടൈം ഓൺ ചെയ്ത് തരണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഓക്കെ, കോപ്പി ട്രേഡിംഗ് ഉണ്ട്. അത് വാൻറ്റേജിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എക്സാമിൽ വരും, പക്ഷേ ഇപ്പോൾ വാൻറ്റേജിൽ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തപ്പോൾ മാനുവൽ ട്രേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, കോട്ടക്സിൻ്റെ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആൽഗോ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കോപ്പി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ ചെയ്യേണ്ടത്. ആൾക്കാർക്ക് വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അത് മൊത്തം നമ്മുടെ അടുത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം ദൈവത്തിന് അർപ്പിക്കുക. ദൈവം ഓക്കെ, ദ സുപ്പീരിയർ പവർ, ദ ഗോഡ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ചളിയടിക്കുന്നില്ല, ഒന്നും അടിക്കുന്നില്ല. സോറി, ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ബൈ.